പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവോത്ഥാന മൂല്യങ്ങളുടെ ഒരു ശോഷണം, ഒരു തിരിച്ചുപോക്കിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എന്നാണ് നമ്മുടെ ഈ നോട്ടീസിൽ തന്നെ പറയുന്നത്. ആ അർത്ഥത്തിലുള്ള നവോത്ഥാന മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഒരു മൂല്യവൽക്കരണം നമ്മളിലൊക്കെ നമ്മുടെയൊക്കെ ഒരു കടമയാവുന്നതുകൊണ്ടും കൂടെയാണ് ഇതുപോലെ സെമിനാർ നടത്തുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ആകാംക്ഷയോടുകൂടെ കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെയും കേരളത്തിലെയും കീഴാള പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ വ്യവസ്ഥാപിതത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. നവോത്ഥാന മൂല്യങ്ങളുടെ തിരിച്ചടി ഇപ്പം ഹിന്ദുത്വത്തിൻ്റെ ഒരു അധികാര ശക്തി കേന്ദ്രത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, കീഴാള പ്രസ്ഥാനങ്ങളുടെ തന്നെ വളരെ വ്യവസ്ഥാപിതത്വം നമ്മൾ ഗൗരവമായിട്ട്, പ്രത്യേകിച്ച് സ്വതന്ത്രബോധമുള്ള യുവതലമുറ അതിനോടും കൂടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 90കളിലൊക്കെ ഞങ്ങൾ PRDSന്റെ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ എത്തുമ്പോൾ ഞങ്ങളന്നത്തെ വളരെ യങ്ങായൊരു വിഭാഗമായിരുന്നു. വളരെ വ്യത്യസ്തരായ രീതിയിൽ സമൂഹത്തിലെ ഷാർപ്പായ ഇൻ്റലക്ച്വൽ വിഭാഗമായിരുന്നു. അന്ന് ആ സ്ഥാപനത്തിലേക്ക് ഞങ്ങളപ്പോൾ അവരെ കടത്തിവിടുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചെല്ലുമ്പോഴത്തേനും ആ ആചാര മര്യാദകളൊന്നും പാലിക്കാതെ തന്നെ ചെല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് അതിനുള്ള സാധ്യതയില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്ന് അവിടേക്ക് ക്ഷണിക്കപ്പെടുന്ന വളരെ സമ്പന്നമായ ഒരു യൂത്ത് കേരളത്തിലുണ്ട്. ദളിതരിൽ മാത്രമല്ല, പലരിലുണ്ട് അങ്ങനെയുള്ള യൂത്തിലെ പുതിയ പ്രവർത്തകരെയോ പുതിയ ചിന്തകരെയോ ഒന്നും ആ സ്ഥാപനം ക്ഷണിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പം തന്നെ ക്ഷണിക്കുന്ന ഇപ്പോഴത്തെ പുതിയ അതിൻ്റെ ഘടനാപരമായി തന്നെ അതൊരു വലിയ രീതിയിൽ വ്യവസ്ഥാപിതത അതിനെ കടന്നാക്രമിച്ചിട്ടുണ്ടെന്നാണ് PRDS പ്രസ്ഥാനത്തെപ്പറ്റി എനിക്ക് തോന്നുന്നത്. അതിന് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണെന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം കീഴാള പ്രസ്ഥാനങ്ങൾ സ്വതന്ത്ര ജീവിതത്തെ തടയാനാണെങ്കിൽ കീഴാള പ്രസ്ഥാനങ്ങൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് വ്യവസ്ഥാപിത പ്രസ്ഥാനങ്ങളായി തന്നെ പോകും. അതുകൊണ്ട് തന്നെ കീഴാള രാഷ്ട്രീയം വ്യവസ്ഥാപിത രാഷ്ട്രീയം ആവുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും കൂടെ കഴിയുന്ന രീതിയിൽ നമ്മുടെ മൂല്യബോധങ്ങളെ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. നമ്മുടെ ചോദ്യം ചെയ്യാനുള്ള ശക്തി നമ്മൾ വർദ്ധിപ്പിക്കണം. എന്തായാലും PRDSനെ പറ്റി രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അതിനോടുള്ള തീർത്തും നവോത്ഥാന നായകന്മാരെയും കീഴാള ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ചിന്തകരെയെല്ലാം അതീവ നമ്മുടെ ആബ്സെൻസിനെ പ്രദാനം ചെയ്യുന്നവരായതുകൊണ്ട് നമ്മൾ വളരെ അതീവ വശീകരണത്തോടു കൂടിയാണ് അവർ സ്ത്രീകരിക്കുന്നത്. നമ്മൾ വളരെ അവരിലേക്ക് എത്തിച്ചേർന്നാൽ ഒരു ദീർഘമായ ആബ്സെൻ്റാണ്, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. കിട്ടിയാൽ ഉടനെ നമുക്ക് ഗാധമായ വശീകരണ ശക്തിയാണ് അവരിലേക്കുള്ളത്. കാരണം നമ്മൾ പറയാത്ത അനേകം കാര്യങ്ങൾ, കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതോ മറഞ്ഞുപോയ അനേകം കാര്യങ്ങൾ പറഞ്ഞവരാണ് അവർ. ആ അർത്ഥത്തിൽ ഒരു വലിയ വശീകരണ ശക്തിയുണ്ട്. സെഡക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. വളരെ പ്രധാനമായ രീതിയിൽ വശീകരിക്കുകയാണ്, സെഡക്ഷനാണ്. ഈ അർത്ഥത്തിൽ പൊയ്കലപ്പച്ചൻ ഒരു സെഡക്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. അല്ലെങ്കിൽ പലതരത്തിലുള്ള സെഡക്ഷനിലേക്ക് നമ്മളെ എത്തിക്കാൻ കഴിഞ്ഞതിന് കാരണം പറഞ്ഞ പോലെ നമ്മുടെ തന്നെ ഇന്നത്തെ ആബ്സെൻറ്റുകളാണ്. ഈ ആബ്സെൻറ്റുകളിൽ നമ്മളെപ്പോഴും എപ്പോഴും പ്രതിസന്ധി ഏറിയ ആബ്സെൻറ്റുകൾ അദ്ദേഹം പണ്ടേ പറഞ്ഞു പോയി. അത് ആവൽക്കരമായി പറഞ്ഞു, ആവൽക്കരമായി ജീവിച്ചു, ആവൽക്കരമായി ചിന്തിച്ചു. ഈ എന്ന നിലയിൽ നമ്മുടെ തന്നെ ആബ്സെൻറ്റിനെ അദ്ദേഹം പ്രദാനം ചെയ്ത് കടന്നുപോയ ഒരാളാണ്. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, വ്യവസ്ഥാപിതത്വത്തിലേക്ക് എന്നുള്ള നമ്മുടെ മടങ്ങിപ്പോക്കിനെ നമ്മൾ തടയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെഡക്ഷനെയും കുറച്ച് കൊണ്ടുപോകണം. നമുക്ക് ഇങ്ങനെയല്ല. ഇപ്പം പൊയ്കലപ്പച്ചനെ പറ്റി നമുക്ക് തോന്നുന്ന വളരെ ഗൗരവപ്പെട്ട വളരെ സെഡക്ഷനായിട്ട് വേണേൽ പറയാം. അത് മതചിന്തയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ മതവ്യവഹാരത്തിലേക്ക് മാത്രം എത്തുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ആധുനിക ബൗദ്ധിക മണ്ഡലത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി അദ്ദേഹത്തെ സാധാരണവൽക്കരിക്കേണ്ടി വരും. ഈ സാധാരണവൽക്കരണം അല്ലെങ്കിൽ അപരിചിതവൽക്കരണം, ഒരു പ്രത്യേക രീതി അപരിചിതവൽക്കരണം, അസാധാരണത്വത്തെ നമ്മൾ പ്രത്യേക രീതി അപരിചിതവൽക്കരിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഇന്നത്തെ ഒരു വ്യവസ്ഥാപിതത്തെ ഭേദിക്കാൻ കഴിയുള്ളൂ. ഈ അർത്ഥത്തിൽ നോക്കുമ്പോഴത്തേന് ഇപ്പം സ്വാമിയുടെയൊക്കെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ശരിക്കും കേരള സമൂഹത്തിൽ പൊയ്കലപ്പച്ചൻ ഒരു വ്യവഹാരമണ്ഡലമായി മാറുന്നത്. അതുവരെയും ഞാൻ 2 സൂചനകളിലൂടെ മാത്രമേ ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ഞങ്ങൾ ആദിശങ്കരൻ്റെ കോലം കത്തിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രതിഷേധം നടത്തുന്നുണ്ട് പണ്ട്. അതെന്ന് പറഞ്ഞാൽ അന്ന് EMS ഒരു പ്രഖ്യാപനം നടത്തുന്നു. നമ്മുടെ ആദിശങ്കരൻ ഹെഗലിൻ്റെ ഒരു തുടർച്ചയാണ്, ഹെഗലിന് തുല്യനാണെന്നും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അങ്ങനെയുള്ള വളരെ വലിയൊരു പ്രശ്നം, അതായത് ഇന്ത്യയിലെ ദേശീയ വ്യവഹാരത്തിൽ ഏറ്റവും കൊടുങ്കാറ്റുണ്ടായ ഒരു വാദമാണ്. അന്ന് ശങ്കർ ദയാർ ശർമ്മ രംഗത്ത് വരികയും അദ്ദേഹം അന്ന് പ്രസിഡന്റ് ഉള്ള കാലടിയിൽ ഒരു ആദിശങ്കരൻ്റെ 1200ാമത്തെ ജന്മദിന വാർഷികം ആഘോഷിക്കുന്ന വലിയൊരു മണ്ഡലത്തിൽ വെച്ച് EMS പ്രഖ്യാപിക്കുന്നു, ആദിശങ്കരൻ എന്ന് പറയുന്നത് ഹെഗലിന് തുല്യമാണ്. ഈ സമയത്ത് അതിശക്തമായി ഞങ്ങൾ യൂത്താണ്, സ്റ്റുഡൻസാണ്. പക്ഷെ അത് ഞങ്ങൾ ഭയങ്കര പ്രതിഷേധമായി രംഗത്ത് വരുന്നു. അന്ന് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഡോക്ടർ മന്മഥൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ
CDN പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഭയങ്കര ജ്ഞാനിയായിരുന്നു, ഉയർന്ന ഭൗതികവാദത്തെ പറ്റിയും അദ്ദേഹം ഒരു PRDS കാരനായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചും കൂടെ നമ്മളൊക്കെ വലിയ ഭൗതികവാദികൾ മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആധ്യാത്മിക തലം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇദ്ദേഹം ശ്രീനാരായണ ഗുരു മാത്രമല്ല, ശ്രീനാരായണ ഗുരുവായിട്ടും അദ്ദേഹത്തിന് ചില അദ്ദേഹത്തിൻ്റെ അച്ഛനാ മറ്റേ ശ്രീനാരായണ ഗുരുവാണ് അക്ഷരം എഴുതി കൊടുക്കുക മറ്റേ ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ആദ്യം കേരള ചരിത്രത്തിലെ കീഴാള ആത്മീയ ലോകങ്ങളുമായിട്ട് ചെറിയ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾക്ക് ഈ തിരിച്ചറിവ് കൂടുതൽ കിട്ടിയത്. ഈ സമയത്ത് ഞങ്ങൾ പ്രക്ഷോഭകരമായിട്ട് ആദിശങ്കരൻ്റെ കോലം കത്തിച്ചുകൊണ്ട് രംഗത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ കുഞ്ഞാമൻ ഒരു ലേഖനം എഴുതി ഞങ്ങളുടെയൊക്കെ, അതാണ് മനുസ്മൃതി കത്തിച്ചുകൊണ്ട് സലിംകുമാർ ഒരു പ്രക്ഷോഭം നടത്തു. ഞങ്ങൾ ആദിശങ്കരൻ്റെ കോലം കത്തിക്കുന്നു. പിന്നെ വായിത്തൊന്നും എല്ലാ സമരങ്ങളും നടത്തുന്നുണ്ട്. കിട്ടാവുന്ന ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സമരങ്ങളും ജപ്തി വിരുദ്ധ സമരം ചെയ്യുക, എല്ലാ പരിപാടികളും സമരം മാത്രമായിരുന്നു, പരിപാടിയായിരുന്നു ഒരു കാലഘട്ടമായിരുന്നു. ഈ സമയത്താണ് കുഞ്ഞാമൻ ഒരു എഴുതുന്നുണ്ട്, ദലിതരുടെ മോചനം ആത്യന്തികമായി അവർ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ്. അവർക്ക് ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള വാദം, ഭൂസമരങ്ങൾ നടത്തി. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഭൂസമരത്തിന്റെ ധാരയിൽ നിന്ന് വഴുതിപ്പോയ എല്ലാ സമരങ്ങളും ഒരു പ്രത്യേക രീതിയിൽ പ്രതീകാത്മകത മാത്രമായിരിക്കും. അവർക്ക് ചരിത്രത്തെ നിർമ്മിക്കാൻ കഴിയില്ല. ഇത് വെറും ഒരു തരം ഫ്രോഡ് ഏർപ്പാടാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കുഞ്ഞാമൻ സാർ ഒരു പാഠഭാഗത്തിലൊരു ലേഖനം എഴുതുമ്പോഴത്തേനും അതിന് മറുപടി എഴുതുമ്പോൾ KK കൊച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ജാതി രാക്ഷസദഹനം നടത്തിയിട്ടുണ്ട്, അങ്ങനെ കുറേയേറെ പ്രതീകാത്മക സമരങ്ങൾ കേരളത്തിലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്നു. ഇതിലാണ് പൊയ്കയിലപ്പച്ചൻ ബൈബിൾ കത്തിച്ചു. ഇങ്ങനെ കേരളത്തിലെ പ്രതീകാത്മക സമരം ദലിതരുടെ തന്നെ അല്ലെങ്കിൽ കീഴാള വിഭാഗങ്ങളുടെ മാറ്റത്തിൻ്റെ വലിയൊരു മുന്നോടിയാണെന്നും മറിച്ച് പോലെ ഭൂസമരങ്ങൾ പോലുള്ള സമരങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞൊരു ലേഖനത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് സരസ്വതി വിജയത്തെ പറ്റി അദ്ദേഹം എഴുതുന്ന ലേഖനത്തിൽ തന്നെയാണ് ഈ പൊയ്കയിലപ്പച്ചൻ്റെ കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു വാക്കും കൂടെ പറയുന്നുണ്ട്. പിന്നീട് ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരു അറിവ് കിട്ടുന്നത് സ്വാമിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ ഒരു ചരിത്ര സെമിനാർ തുടങ്ങുന്നു. ചരിത്ര സെമിനാറുള്ള വട്ടം ചുറ്റുന്നു. ഈ സമയത്ത് എന്തോ മനുഷ്യരെന്നല്ലേ ഞാൻ KK കൊച്ചിനെ ഞങ്ങളെയൊക്കെ ക്ഷണിക്കാൻ അദ്ദേഹം വരുന്നു. ഞങ്ങളൊക്കെ പോയി വന്നു. അത് സാഹസികമായിട്ടാണ് നടന്നത്. കാരണം PRDSന്റെ ഔദ്യോഗിക സ്ഥാപനവുമായിട്ട് വളരെ വൈരുദ്ധ്യത്തിൽപ്പെട്ടുകൊണ്ടാണ് അവരതിനെ നിരോധിക്കാം, പോലീസ് മറ്റേ കോടതി നടപടികളിലൂടെ പോകുന്നു. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് വ്യവസ്ഥാപിതത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു വേറിട്ട ചിന്തയുണ്ടാക്കാനും വേറിട്ടൊരു സങ്കല്പം ഉണ്ടാക്കാനും കഴിയുള്ളൂ. അത് നമ്മൾ ആദ്യമായിട്ട് കണക്കേണ്ടത് സെഡക്ഷൻ മാത്രമല്ല അതിൻ്റെ ഒരു ഭാഗം. സെഡക്ഷൻ വളരെ പ്രധാനമാണെങ്കിൽ പോലും വ്യവസ്ഥാപിതത്വത്തോട് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ആവൽക്കരമായ ഒരു കർമ്മവ്യവസ്ഥ നിർമ്മിച്ചുകൊണ്ടും കൂടിയാണ് പൊയ്കയിലപ്പച്ചൻ ഇന്നത്തെ ഒരു സംവാദ മണ്ഡലത്തിലേക്ക് വന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കേരള ചരിത്ര സെമിനാറിന് ശേഷം തീർച്ചയായും ഒരു ഡിസിഡന്റ് എന്ന നിലയിൽ ഒരു വേറിട്ട അവസ്ഥയിൽ തന്നെയാണ് നിന്നത്. കേരളത്തിലെ പുതിയ ദലിത് പ്രസ്ഥാനങ്ങളെല്ലാം പഴയ ദലിത് പ്രസ്ഥാനങ്ങളോട് വലിയ രീതിയിൽ സമരം ചെയ്തും വലിയ രീതിയിൽ വേർവിട്ട് തന്നെ ചെയ്തതാണ്. അത് ഒറ്റപ്പെട്ട വ്യക്തികൾ നടത്തിയ സാഹസിക അന്വേഷണങ്ങളും ശിഥിലമായി പോയ ഗ്രൂപ്പുകളൊക്കെ നടത്തിയ സംവാദങ്ങളാണ്. അല്ലാതെ മുഖ്യധാരയിൽ നിന്ന് അത് വല്ലാതെ സമരം ചെയ്തും പുറപ്പെട്ടും അവരാൽ അപഖ്യാതിക്ക് വിധേയമായിട്ടാണ് പോയത്. ഈ അർത്ഥത്തിലാണ് പൊയ്കയിലപ്പച്ചൻ്റെ വീണ്ടെടുപ്പിന് ഒരു വ്യവസ്ഥാപിത ചരിത്രത്തോടും വ്യവസ്ഥാപിത PRDSനോടും ബന്ധപ്പെട്ട ഒരു സമരം ഉണ്ട്. ആ സമരം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു കളഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ സമരങ്ങളെ കൊണ്ടുപോകാനുള്ള നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകും. മറിച്ച് നമ്മളെല്ലാം ഒരേ ടോക്കൺ, എല്ലാം ഒന്നായിട്ട് കാണും. അതല്ല പ്രശ്നം. ജോസഫ് പറഞ്ഞ പോലെ ഇത് വളരെ വേറിട്ടതാണ്. പൊയ്കയിലപ്പച്ചൻ അനേകം കീഴാള വ്യവഹാരങ്ങൾ നമ്മൾ കാണണം. അത് വളരെ വ്യവസ്ഥാപിത പ്രസ്ഥാനങ്ങളാണ് അതിനകത്തുള്ളത്. വ്യവസ്ഥാപിത നേതാക്കന്മാരുമാണ് 90%. കാരണം ജാതിയാണ് കേന്ദ്രമാക്കി, കേന്ദ്രം തന്നെ അതിൻ്റെ ജാതിയാണ്. പലപ്പോഴും അവർ 10 വർഷമൊക്കെ കഴിയുമ്പോഴാണ് പലപ്പോഴും കേരളത്തിൽ ദലിത് മേഖലയിൽ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും അവരറിയുന്നത് തന്നെ. ആ സമയത്ത് തന്നെ അവരവരുടെ ജാതിയുടെ കോൺഷ്യസ് വിട്ട് കളയുന്നതിന് പകരം ജാതിയെ റിച്ചാക്കാൻ പറ്റുമെന്ന് നോക്കും. ആ ലെവലിലാണ് ഇപ്പം ജാതി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജാതി പ്രസ്ഥാനങ്ങളുടെ വലിയ നിരയാണ് ഇവിടെ. ഈ ജാതി പ്രസ്ഥാനങ്ങൾക്ക് കക്ഷിരാഷ്ട്രീയ ബന്ധങ്ങളുടെയും കക്ഷിരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയൊക്കെ ഉണ്ട്. അവരുടെ പിന്തുണയുണ്ട്. അവർ പ്രത്യേക രീതിയിൽ എല്ലാത്തിനും ആബ്സെൻ്റ് ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പൊളിച്ചെഴുത്ത് നടത്തുന്ന വിഭാഗങ്ങൾ എപ്പോഴും ആബ്സെൻ്റ് ആക്കി കളയുന്നുണ്ട്. ഇതിൽ നിന്ന് മാറാൻ കഴിഞ്ഞാൽ മാത്രമാണ്
നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പൊതുവ്യവഹാരമായിട്ട് ദളിത് വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ ERDS വ്യവഹാരങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. ഈ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അന്ന് സ്വാമിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ നടത്തിയ സമരങ്ങൾക്ക് ഒരു മുന്നേറ്റവും കൂടി ഉണ്ടായിരുന്നു. അത് അന്ന് ഒരു ടാബ് ദലിതർ സാധാരണ വ്യവസ്ഥാപിത ആൾക്കാർ ദലിത് എന്നുള്ള വാക്കിനെ പോലെ അംഗീകരിക്കുന്നില്ല. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് ഒരിക്കലും ദലിത് എന്നുള്ള വാക്ക് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അതിന് കാരണം അവരിതിനെ ഒന്നാമത്തെ വർഷം ഇതൊരു കുറച്ചും കൂടെ ഏതോ ഇവരാണ് ക്രൈസ്തവ ആൾക്കാർ കൊണ്ടുവന്നാണ്, മിഷണറിമാർ കൊണ്ടുവന്ന വാക്കാണെന്നൊക്കെ പറഞ്ഞാൽ അവർ അനേകം തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെ ഇല്ലാതാക്കുക, അതിൻ്റെ ഒരു ജ്ഞാന സ്വഭാവത്തെ ഇല്ലാതാക്കാനായിട്ട് വലിയ ശ്രമം നടത്തുന്ന വ്യവസ്ഥാപിത ശക്തികളാണ് ഇതിൽ മേഖലയിൽ നിൽക്കുന്നത്. ഈ മേഖലയിൽ നിന്നുള്ള ഒരു സമ്മർദ്ദത്തെ അതിലേപിച്ചുകൊണ്ട് അന്നത്തെ ദലിത് വ്യവഹാരത്തിനകത്ത് നിന്നുകൊണ്ടാണ് സ്വാമിയൊക്കെ ഇത് ചെയ്തത്. അതുകൊണ്ടാണ് സ്വാമിക്കൊക്കെ ഇതൊരു പൊളിച്ചെഴുത്ത് നടത്താൻ കഴിഞ്ഞത്, അല്ലെ ഒരു വീണ്ടെടുപ്പ് നടത്താൻ കഴിഞ്ഞത്. ഇങ്ങനെ വീണ്ടെടുക്കപ്പെടുക, ചരിത്രത്തിൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ അത് പിതൃസ്വരൂപത്തിലുള്ള വീണ്ടെടുപ്പല്ല. അതാണ് ആദ്യമായിട്ട് അന്ന് തന്നെ ചലഞ്ച് ചെയ്തപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഞാനൊക്കെ അന്ന് ലേഖനം എഴുതുമ്പോൾ കർശനമായ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പം കേരളത്തിൽ സമുദായങ്ങളല്ലെ സമുദായ നേതാക്കൾ നവോത്ഥാനം തന്നെ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു, അല്ലെ നവോത്ഥാനം വേറൊരു വിധത്തിൽ ടേൺ ചെയ്ത് കഴിഞ്ഞു, ദിശ മാറിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള സ്ഥലത്ത് പൊയ്കലപ്പച്ചൻ ഇത്രയും ശക്തിയായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് നിങ്ങൾ എന്തിന് ഇടപെടുന്നു? അപ്പം ഒരു വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ PRDSന്റെ ഔദ്യോഗിക സംഘടനയിൽ നിന്ന് നമ്മൾ പൈസ കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പൈസ മാത്രമല്ല, അവർ വൻ രീതി എതിർപ്പായിരുന്നു. അതാ വേറൊരു കാര്യം. അതേപോലെ തന്നെ പള്ളിക്കാർ ഇവരുടെ കുപ്പായവും വേഷമൊക്കെ തരുന്നത് പള്ളിക്കാരുടെ വരും. അപ്പം ഞാനൊക്കെ മുട്ടമ്പലത്തേക്ക് ഇങ്ങനെ സ്ഥിരം ബസ് യാത്ര കയറി വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേനൊക്കെ ഓരോ സ്ഥലത്തേക്കും പോകാനായിട്ട് പറയുന്ന അഡ്രസ്സൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേന് ബസ്സുകാരോട് ചോദിക്കുമ്പോഴത്തേന് ഇന്ന് പള്ളിക്കാരുടെ അടുത്തല്ലേ ഇറങ്ങണം എന്നുള്ള പള്ളിക്കാർ എന്നുള്ള വാക്കാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് പോലെയാണ് സമൂഹം വരെ കാണുന്നത്. പെന്തക്കോസിന്റെ പോലെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചു അങ്ങനെയുള്ള പെന്തക്കോസ് പോലൊരു ഭാഗമായിട്ട് അങ്ങനെ പള്ളിക്കാരായിട്ടും ഒക്കെ നിന്നൊരു വിഭാഗമാണ്. ഇത് നിഗൂഢവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതാണ് സ്വാമിയൊക്കെ പൊളിച്ചത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പൊയ്കലപ്പച്ചന്റെ ഒരു നവോത്ഥാന പാതയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന്റെ ദൈവിക പദവി ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ക്യൂരിയോസിറ്റി, അതിൻ്റെ ഒരു പേടി, വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ഭയം. അതേപോലെ തന്നെ കാരണം ഇതൊരു ദൈവിക മറ്റുള്ള നവോത്ഥാന നായകർക്കില്ലാത്ത രീതിയിൽ അയ്യങ്കാളിക്ക് ഒന്നും ഇല്ലാത്തൊരു സവിശേഷ സ്ഥാനം അദ്ദേഹത്തിന് ദൈവികമായ സ്ഥാനമുണ്ട്. ഈ ദൈവ മഹത്വകൽപ്പനയിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് അദ്ദേഹത്തെ ഒരു നിഗൂഢവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും ഞങ്ങളാണ് ആദ്യമായിട്ട് രംഗത്ത് കൊണ്ടുവരുന്നത്. ഈ അനിലും സ്വാമിയൊക്കെ കൂടി കഷ്ടപ്പെട്ടു. അതുമൊക്കെ വലിയ സമരം വേണ്ടി വന്നിട്ടുണ്ട് ഫോട്ടോ കൊണ്ടുവരാൻ. അല്ലെങ്കിൽ അതുവരെ അപ്പച്ചന്റെ ഫോട്ടോ ഇല്ലായിരുന്നു. ഫോട്ടോ പുറത്തേക്ക് കൊണ്ടുവരിക നിഗൂഢവൽക്കരിച്ചുകൊണ്ടിരുന്നു ദൈവിക പദവി നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട്. ഈ ദൈവിക പദവി നഷ്ടപ്പെടാതിരുന്ന പോലെ തന്നെ വേറൊരു കാര്യവും കൂടെ നടന്നിരുന്നു. ഇത് അനുകരണമായിരുന്നു. ഇപ്പം നമ്മൾ PRDSന്റെ സ്ഥാപനത്തിലെ ഇപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജാതികൾ സമാഹരിച്ചു വെച്ചുള്ള എല്ലാ അധികരണ പ്രസ്ഥാനങ്ങളും അവിടെയുണ്ട്. SNDP പോലെയാണ് അത് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. SNDP പണ്ടത്തെ നായർ പ്രസ്ഥാനത്തെ പോലെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തുടർച്ച അലിച്ചുമ്പടെയാണ് അത് കൊണ്ടുപോകണത്. അപ്പം അങ്ങനെ ഒരു സ്ഥാപനമായിട്ട് നിൽക്കുക, പഴയ രീതിയിലുള്ള നേതാക്കന്മാരെ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടുവന്ന് വലിയ സമ്മേളനങ്ങൾ നടത്തുക, അവർ പറയുന്നൊന്നും സമൂഹമൊന്നും കേൾക്കുന്നില്ല, വലിയ ഘോഷയാത്രകൾ നടത്തുക. അങ്ങനെ അയ്യങ്കാളിയുടെ പ്രസ്ഥാനം തകർച്ചയെ നേരിട്ടത് ജൂബിലി കൂട്ടങ്ങളായിപ്പോയപ്പോഴാണെന്നാണ് പറയുന്നത്. ഈ ജൂബിലി കൂട്ടങ്ങളായി പോയപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു, വലിയ പ്രകടനപരതകൾ ഉണ്ടാകുന്നു, വലിയ തോരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും പുതിയൊരു സാമൂഹ്യ ശക്തി കേരളത്തിൽ ഉദയം ചെയ്തിരുന്നു. അത് സോഷ്യലിസ്റ്റുകളുടെ പുതിയ ഉദയമാണ്. 1910 പുതിയൊരു രാഷ്ട്രീയ സമൂഹം കേരളത്തിലുണ്ടാകുന്നു. അതിലൂടെ സോഷ്യലിസ്റ്റ് ചിന്തകളും ഒക്കെ രൂപപ്പെടുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ സമൂഹം കേരളത്തിലുണ്ടാകുന്നു. ഈ രാഷ്ട്രീയ സമൂഹത്തിലേക്ക് ഇരച്ചു കയറി മിക്കവാറും സവർണ വിഭാഗങ്ങളിലെ ദരിദ്രരാണ്. പ്രത്യേകിച്ച് നായന്മാരിൽ ഒക്കെ ആയവരും കുറേ ഈഴവരൊക്കെ വന്നെങ്കിൽ പോലും ദലിതർക്ക് വലിയ പങ്കാളിത്തമില്ലായിരുന്നു. കാരണം അവരുടെ ഒരു വലിയ പ്രസ്ഥാനങ്ങൾ പലതും ജൂബിലി കൂട്ടങ്ങളായി നിശ്ചലത ആയിരുന്നു. ഈ ഘട്ടത്തിലാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത്. ഇതുപോലെ തന്നെ ഇന്നത്തെ PRDSും ഇന്നത്തെ കീഴാള പ്രസ്ഥാനങ്ങളും അനുഭവിക്കുന്ന നിശ്ചലത, ഒരു 90കളിലുണ്ടായിരുന്ന നിശ്ചലത, അതിശക്തമായ ഒരു നിശ്ചലതയെ ഭേദിച്ചുകൊണ്ടും കൂടിയാണ് അപ്പച്ചൻ്റെ വീണ്ടെടുപ്പ് നടന്നത്. ഈ വീണ്ടെടുപ്പിൽ ദൈവിക പദവി എന്ന് പറയുന്ന സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതിൽ പുറത്തിയ വേറൊരു ധാരണ, അതാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവിക സ്ഥാനം, ദൈവസ്ഥാനം എന്ന് പറയുന്നത് ഞാനൊന്നും അംഗീകരിക്കുന്നില്ല. ഒരാളുടെയും ദൈവസ്ഥാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യ ദൈവമാകാൻ കഴിയില്ലെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നവരല്ല. പക്ഷേ എങ്കിൽ പോലും എനിക്കതിൽ അടിയുറച്ച് നിൽക്കാൻ കഴിഞ്ഞതിന് കാരണം ഒന്ന് ജ്ഞാനപരമായ ഒരു വേർപാട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ജ്ഞാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇടപെട്ടത്. അല്ലെങ്കിൽ
ആധുനികമായ ഒരു ദൈക്ഷണിക സമൂഹം, ഒരു രാഷ്ട്രീയ സമൂഹം ദലിതരിൽ നിന്നുണ്ടാവണമെങ്കിൽ അവരവരുടെ പുതുതരത്തിലുള്ള ആബ്സെൻസ്, എല്ലാ തരത്തിലുള്ള ആബ്സെൻസിനെ അഡ്രസ്സ് ചെയ്യുകയും അതിനോട് തന്നെ കടന്നു പോകേണ്ടിയും വരും. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒരു ദൈവ പദവി കൊടുക്കാതെ തന്നെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സാമൂഹ്യ സൈദ്ധാന്തികരിലും ജ്ഞാന വ്യവഹാരങ്ങളിലും അപ്പച്ചനെ കാണാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് കാരണം ഇദ്ദേഹം സാമ്പ്രദായികമായിട്ടുള്ള ഭൗതികവാദം, സാമ്പ്രദായമായിട്ടുള്ള ആശയവാദം എന്ന് പറഞ്ഞ രണ്ട് ധാരയാണ് നമ്മുടെ സാമൂഹ്യ ചിന്തയിൽ നിലക്കുന്നത്. തത്വചിന്ത എപ്പോഴും കേരളത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് രണ്ട് ധാരകൾ, ആശയവാദം എന്ന ധാര, ഭൗതികവാദത്തിന്റെ ഒരു ധാര. ഈ രണ്ട് ധാരകൾക്കുള്ളിലും ആദ്യം ഞാൻ സൂചിപ്പിച്ചതിലേക്ക് ഒന്നും കൂടെ വരുവാണെങ്കിൽ EMS എന്തുകൊണ്ട് ഹെഗല എന്ന് പറയുന്നു, ശങ്കറിലേക്ക് എത്തുന്നു. വളരെ അതിസങ്കീർണമായ തത്വചിന്ത പറഞ്ഞിട്ടുള്ള ശ്രീനാരായണ ഗുരുവിലേക്ക് എത്തില്ല. സത്യം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിലേക്ക് അദ്ദേഹം എത്തിയിരുന്ന ചിലപ്പോൾ ഞങ്ങളന്ന് ശങ്കറിന്റെ കോലം കത്തിച്ചുകൊണ്ട് എത്തുകയില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് സെലക്ഷൻ ബാധിക്കുമായിരുന്നു, ഞങ്ങൾ ആഹ്ലാദപ്പെടുമായിരുന്നു. കാരണം ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആധുനിക സമൂഹത്തെ, കേരളത്തെ നിർമ്മിച്ച, ജാതി വ്യവസ്ഥയെ നിരാകരിച്ച, മനുഷ്യ സമത്വത്തെപ്പറ്റി ചിന്തിച്ച ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ ഹെഗൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പം പ്രകൃതികരായി മാറിയേക്കാനും സാധ്യതയുണ്ടായിരുന്നു. മറിച്ച് അത് പറഞ്ഞില്ല. പക്ഷെ എന്തുകൊണ്ട് EMS അത് പറഞ്ഞില്ല? എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഭൗതികവാദ ദർശനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. അത് പലപ്പോഴും ഭൗതികവാദ ദർശനം ഈ കീഴാള ജ്ഞാനമണ്ഡലങ്ങളെ പരിപൂർണമായിട്ട് നിരാകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഭൗതികവാദത്തിന് മതത്തെ പറ്റിയുള്ള, അതായത് അദ്വൈത ദർശനം, അതിൽ തന്നെയുള്ള അനേക ഉൾപ്പിരവുകൾ, പിന്നെ കണാദന്റെ കണികാ സിദ്ധാന്തം, അങ്ങനെ ന്യായം, വൈശേഷികം എന്നൊക്കെ പറയുന്ന ഭൗതികവാദത്തിന്റെ വിവിധ ധാരകളിനകത്തുകൂടെ തന്നെ ദർശനത്തിന്റെ വികാസം ഭാവന ചെയ്യുന്നുണ്ട്. അതാണ് രാഹുൽ കാർത്തിയായന്റെയും ദേവിപ്രസാദ് ചതോപാധ്യായുടെയൊക്കെ വ്യവഹാരങ്ങളിലൂടെയാണ് നമ്മൾ സാധാരണ ഭൗതികവാദത്തെ കാണുന്നത്. മറ്റൊന്ന് വേറൊരു ധാരയുണ്ട്, തീർച്ചയായിട്ടും ആത്മീയവാദത്തിന്റെ ഒരു ധാരയുണ്ട്. അത് വിവേകാനന്ദം മുതൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ തന്നെ പഠിക്കാൻ ശ്രമിച്ച യതി വരെയുള്ള വേറൊരു ധാരയിലൂടെ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ കീഴാള ജ്ഞാന വ്യവഹാരങ്ങളെ ലോകത്തിലെങ്ങും കണ്ടിട്ടില്ലെന്നുള്ളതാണ്. അതിവിടെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് EMSന്റെ പേഴ്സണലായ കുറ്റം ആദ്യം കുറ്റമല്ലെങ്കിൽ പോലും ലോകത്തിൽ തന്നെ അപരിഷ്കൃതരെന്ന് തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തത്വചിന്തയായിട്ട് ബന്ധപ്പെട്ടവരാണെന്നോ അവർ ജ്ഞാനവ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്നോ ഉള്ള ബോധമില്ലായിരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട്. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, സമൂഹത്തിന് ചിന്തിക്കേണ്ടി വന്നില്ല. സാവേജികൾക്കിടയിൽ തത്വചിന്തകരുണ്ടോ എന്നുള്ള ചോദ്യം ഒരു പുതിയ ചോദ്യമാണ്. സത്യമായിട്ട് അത് പുതിയ ചോദ്യമാണ്. പക്ഷെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെളിയപ്പെടുന്നത്. അതാണ് പൊയ്കലപ്പച്ചൻ ഉയർന്നു വരുമ്പോൾ നമുക്കതിൻ്റെ അതിസങ്കീർണമായ സഡക്ഷനിലേക്ക് നമ്മൾ ബാധിക്കുന്നതിന് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ആബ്സെൻസിനെയാണ് അദ്ദേഹം തരണം ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം തത്വചിന്തകർ ഉണ്ട് എന്നുള്ള ഒരു പ്രോബ്ലം ഏരിയയാണ് നമുക്ക് തുറന്നു തരുന്നത്. ഇങ്ങനെ പോയാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിലേക്ക് നമുക്ക് എത്തുമ്പോൾ പല തത്വചിന്തകളിലൂടെയും വ്യാഖ്യാനിക്കാൻ കഴിയും. ശ്രീനാരായണ ഗുരുവിനെ ഒരു സാമൂഹ്യ വിപ്ലവകാരിക്കപ്പുറത്തേക്ക് ഒരു തത്വചിന്തകനായി കാണേണ്ടി വരും, കവിയായി കാണേണ്ടി വരും. ഇങ്ങനെ കാണുമ്പോൾ ലോകത്തെ വേറൊരു വ്യാഖ്യാന പദ്ധതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പഴയ കാനൻസ് പലതും തിരുത്തി എഴുതേണ്ടി വരും, പഴയ രീതിയിലുള്ള ഇത് തള്ളിപ്പറയേണ്ടി വരും, പുതിയ ആവിഷ്കാരങ്ങൾ നമ്മൾ വേണ്ടി വരും. അങ്ങനെ ഒരു വലിയ മണ്ഡലത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യവും കൂടെ ഉള്ളൂ, ഇങ്ങനെ എത്തുമ്പോൾ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ മണ്ഡലം നമുക്ക് രൂപപ്പെടുമ്പോൾ നമ്മുടെ വ്യവസ്ഥാപിതത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ കഴിയണം. നമ്മുടെ സ്വതന്ത്ര ജീവിതത്തെ തടഞ്ഞുകൊണ്ട്, നമ്മുടെ ഇതിനെ തടഞ്ഞുകൊണ്ട് വ്യവഹാരങ്ങൾ വികസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ അർത്ഥത്തിൽ മതവ്യവഹാരങ്ങൾക്കൊപ്പം തന്നെ മതവ്യവഹാരം വളരെ അത്യാവശ്യമാണ്. മതപരമായ ശക്തി ഇതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വച്ച സമഭാവന, സമത്വചിന്ത, സമൂഹത്തോടുള്ള ബന്ധങ്ങൾ പുതിയ സമൂഹത്തിന് വേണ്ടിയായിരിക്കും എനിക്ക് തോന്നുന്നത്. നവസമൂഹത്തിന് വേണ്ടിയാണ് പൊയ്കലപ്പച്ചൻ വാദിച്ച ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കർശനമായ ഒരു ചിട്ടവട്ടങ്ങളുടെ ഒരു സമൂഹത്തെ, ഒരു ഒതന്റിക് ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റിനോ സമൂഹത്തിനോ വേണ്ടിയല്ല വാദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഫ്രീ സ്പിരിറ്റിന് വേണ്ടി വാദിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് നമ്മൾ നീതി ചെയ്യണമെങ്കിൽ ഇന്നത്തെ കീഴാള പ്രസ്ഥാനങ്ങൾ അവരുടെ വ്യവസ്ഥാപിതത്തോട് മുടവിട പറയുന്ന പുതിയ തലമുറ ഉണ്ടാവണം. ആ അർത്ഥത്തിൽ നമ്മളൊരു പുതിയ സമരവും കൂടെ തുടങ്ങിക്കൊണ്ടായിരിക്കും നമ്മൾ ഇന്നത്തെ അധിഷ്ഠിത രാഷ്ട്രവാദം പോലുള്ള ഘടകങ്ങൾ പറയുന്ന ഹൈന്ദവ ശക്തിയോട് ഏറ്റുമുട്ടാൻ നമുക്ക് നമ്മളെയും കൂടെ നവീകരിച്ചൊരു ആത്മീയ ബലം വേണം, ഭൗതിക രീതിശാസ്ത്രം വേണം. ഇങ്ങനെയാണ് എനിക്കിതാണ് ഇത്രയും തൽക്കാലം പറയാനുള്ളത്.